കേരള സർവകലാശാല കലോത്സവത്തിലെ സംഘർഷത്തിൽ കേസെടുത്ത് പോലീസ്. KSUവിന്റെ പരാതിയിൽ SFI പ്രവർത്തകർക്കെതിരെ 2 കേസുകളും SFIയുടെ പരാതിയിൽ KSU പ്രവർത്തകർക്കെതിരെ 1 കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിന്റേതാണ് നടപടി. വിശദാംശങ്ങളുമായി AV ജയശങ്കറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് ജയശങ്കർ. എന്തായാലും KSUവിനും SFIക്കും എതിരെ കേസെടുത്തിട്ടുണ്ട്. എന്തൊക്കെ ചാർജുകളാണ് ഇതിൽ പെടുത്തിയിട്ടുള്ളത്? മറ്റു വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. എന്തായാലും കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷങ്ങളെ സംബന്ധിച്ച 3 FIRകളാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 19 SFI പ്രവർത്തകരെയും 19 KSU പ്രവർത്തകരെയും പ്രതി ചേർത്തുകൊണ്ടാണ് ഈ ഒരു FIR ഉള്ളത്. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ, അതുപോലെ തന്നെ SFIയുടെ ജില്ലാ സെക്രട്ടറി ആദർശ്, ലോക്കൽ ചെയർപേഴ്സൺ അപർണ ഉൾപ്പെടെയുള്ളവർ ഈ കേസുകളിൽ പ്രതികളാണ്. ഇതിൽ KSU പ്രവർത്തകരെ SFIക്കാർ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. എന്തായാലും അതുപോലെ തന്നെ കലോത്സവം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതിനാണ് KSU പ്രവർത്തകർക്കെതിരെ നിലവിൽ കേസ്. കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള സംഘർഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പരസ്പരം SFI KSU പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് രാവിലെ കലോത്സവ വേദിയിലേക്ക് KSU മാർച്ചും സംഘടിപ്പിച്ചു. പിന്നാലെയാണ് വലിയ തോതിൽ കലോത്സവം അലങ്കോലപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. എന്തായാലും നിലവിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പരാതിയിൽ പരസ്പരം പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്ഥലത്ത് പോലീസ് വലിയ തോതിലുള്ള സന്നാഹം നിലവിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനിയൊരു സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് നിലവിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള അറസ്റ്റും ലേക്കും പോലീസ് കടന്നിട്ടില്ല. പ്രവർത്തകർക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് പോലീസ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ധൃതി പിടിച്ച് അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് കിടക്കില്ല. ഒപ്പം ഇന്നാണ് സർവകലാശാല കലോത്സവം അവസാനിക്കുന്നത്. മാർഗംകളി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വിവാദമായ ചില മത്സരങ്ങൾ ഇന്ന് വീണ്ടും നടക്കുന്നുണ്ട്. എന്തായാലും ഇന്നും ചില സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് വലിയ തോതിലുള്ള ഒരു സുരക്ഷ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ക്രിസ്റ്റീന.